അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എൻ്റെ മുഖത്ത് നോക്കിയ ഒരാളും ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറയുന്നു ആരോ എന്തോന്നും അറിയാത്ത കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള ഒരു രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെക്കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു PR വർക്കും വേണ്ട. കുറേ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാത്തൊരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്? ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട്, ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലാവും. കാരണം എന്നെക്കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോരം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ.